Hi friends, welcome back to Asha's Creations. ഇന്ന് നമുക്ക് കഫേയിൽ നിന്നും കിട്ടുന്ന കാപ്പുച്ചിനോയുടെ അതേ ടേസ്റ്റ് തന്നെ വീട്ടിൽ എങ്ങനെ കാപ്പുച്ചിനോ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമായിട്ടുള്ളൂ. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഒരു കപ്പിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ നോർമൽ വാട്ടറാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 2 കപ്പ് കാപ്പുച്ചിനോയ്ക്കുള്ള കോഫി മിക്സാണ് റെഡിയാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ കോഫി മിക്സ് ഉണ്ടാക്കി ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. കോഫി മിക്സ് റെഡിയാക്കുമ്പോൾ എപ്പോഴും ഈക്വൽ എമൗണ്ട് ആയിട്ട് വേണം ഇൻഗ്രീഡിയൻസ് എടുക്കാൻ. അതായത് 1/4 കപ്പാണ് ഇൻസ്റ്റൻറ്റ് കോഫി എടുക്കുന്നതെങ്കിൽ, കോഫി പൗഡർ എടുക്കുന്നതെങ്കിൽ 1/4 കപ്പ് തന്നെ പഞ്ചസാരയും 1/4 കപ്പ് തന്നെ വെള്ളവും എടുത്ത് കോഫി മിക്സ് റെഡിയാക്കുക. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഞാനിതുപോലത്തെ സ്റ്റാൻഡോട് കൂടിയ ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇത് കോഫി മിക്സ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയായി കിട്ടും. സാധാ കോഫി പൗഡർ ഉപയോഗിച്ച് കാപ്പുച്ചിനോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇതുപോലത്തെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണം യൂസ് ചെയ്യാൻ. ഏത് ബ്രാൻഡാണെങ്കിലും പ്രശ്നമില്ല. ഞാനിവിടെ ബ്രൂ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. മിൽക്ക് ഫ്രോത്തർ ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് കോഫി മിക്സ് റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെ ഇപ്പോൾ ബാറ്ററി തീർന്നിരിക്കുകയാണ്. ഈ മിൽക്ക് ഫ്രോത്തർ ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. 200 രൂപ താഴെ മാത്രമേ റേറ്റ് ഉള്ളൂ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കോഫി മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. കഫേയിലെ പോലെ നമ്മുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര നമ്മൾ തന്നെയാണ് ചേർക്കുന്നതെങ്കിൽ ഈ രണ്ടാമത് പഞ്ചസാര ചേർത്ത് ബീറ്റ് ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ ആദ്യം എടുക്കുന്ന പഞ്ചസാരയുടെ സെയിം ക്വാണ്ടിറ്റി പഞ്ചസാര തന്നെ ചേർത്ത് വേണം രണ്ടാമത് ബീറ്റ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ കാപ്പുച്ചിനോ കോഫി മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി പാല് തിളപ്പിച്ചെടുക്കാം. അതിനായി ഞാനിവിടെ 1 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. പാൽ ഒരിക്കലും ആദ്യം തിളപ്പിച്ച് വെക്കരുത്. കാരണം കോഫി മിക്സ് റെഡിയാകുമ്പോഴേക്കും പാല് തണുത്ത് പോവും. ഇപ്പോൾ ഈ പാല് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ പാല് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ചായക്കടകളിൽ ചായ പതപ്പിക്കും പോലെ 1 കപ്പിൽ നിന്ന് മറ്റൊരു കപ്പിലേക്ക് ഒഴിച്ചും ഈ പാല് പതപ്പിച്ചെടുക്കാം. ഇതിപ്പം പാല് നല്ലപോലെ പതപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാപ്പുച്ചിനോ റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു കപ്പിലേക്ക് 2 ടീസ്പൂൺ കോഫി മിക്സ് ഇടാം. എന്നിട്ട് പാല് ചേർത്ത് കൊടുക്കാം. കോഫി മിക്സ് റെഡിയാവാനായിട്ട് സ്പൂൺ ഉപയോഗിച്ച് മാനുവലായിട്ട് വേണമെങ്കിൽ ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ഒരു 10 മിനിറ്റെങ്കിലും ടൈം വേണ്ടി വരും ഈ കോഫി മിക്സ് റെഡിയാവാനായിട്ട്. ഇതിപ്പോൾ പാലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിന് മുകളിലോട്ട് 1/2 ടീസ്പൂൺ കോഫി മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഇൻസ്റ്റൻറ്റ് കോഫി മിക്സ് മുകളിലൊന്ന് വിതറി കൊടുക്കാം. ഒരു നല്ലൊരു കളർ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി ഇത് നല്ലപോലെ മുകളിൽ മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇത് നല്ലൊരു കളറായിട്ടുണ്ട്. കുറച്ചുകൂടെ നല്ലൊരു കളറും അതുപോലെ നല്ല ടേസ്റ്റുമാണ്. കഫേയിൽ നിന്നും കിട്ടുന്ന കോഫീനേക്കാളും നല്ല ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എത്ര കുടിച്ചാലും മതി വരില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.